എല്ലാ ഗുരുജനങ്ങൾക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വിനീതമായ നമസ്കാരം. കാവ്യം മധുരാത്മകം, കാവ്യം മധുരം. കവിതയെക്കുറിച്ച് പണ്ട് ഒരു പഴഞ്ചൻ ആള് പറഞ്ഞത് വാക്യം രസാത്മകം കാവ്യം എന്നാണ്. അത്രയും സർവാത്മകമായ ഒരു നിർവചനം എൻ്റെ ഇതുവരെയുള്ള പ്രായത്തിൽ എനിക്ക് വേറെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. വാക്യം തന്നെ കാവ്യം. ഒരു വാക്യമായാലും അതൊരു മഹാവാക്യമായാലും ഒരുപാട് വാക്യങ്ങൾ ചേർന്നൊരു വാക്യമായാലും അത് കാവ്യം ആവുന്നത് രസാത്മകം ആവുമ്പോഴാണ്. ജീവിതം രസാത്മകമല്ല, ഭാവാത്മകമാണ്, അനുഭവം നിറഞ്ഞതാണ്. നമ്മൾ രസം എന്നതിന് സാമാന്യേന പറയുന്നത് നല്ല രസം എന്ന് പറയുന്നത് ഒരു ഉപരിതല സ്പർശിയായ ഒരർത്ഥത്തിലാണ്. പരമമായ രസം എന്ന് പറയുന്നത് സർവവും മറക്കുന്ന ഒരവസ്ഥയാണ്. ഒന്നിൻ്റെ പാരമ്യം അനുഭവിച്ചിട്ട് ബാക്കിയെല്ലാം മറന്നിട്ട് അതിലൂടെ മറ്റെല്ലാത്തിനെയും അനുഭവിക്കുന്നതാണ് നല്ല രസം. അങ്ങനെയുള്ള വാക്യരസം ആണ് കവിത. രസമുള്ള വാക്യമാണ് കവിത. അത്തരത്തിലുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. ശരിക്കും വാൽമീകി, വ്യാസൻ, കാളിദാസൻ, ഇങ്ങേറ്റം ടാഗോർ, കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു, എഴുത്തച്ഛനൊക്കെ കിടന്ന് ഇവരെല്ലാം ഉണ്ട്. അത്തരം ഉദാത്ത കവിത എഴുതാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വാക്ക് രസവത് ആകുന്നത്, രസമയി ആകുന്നത് അതിൻ്റെ വർണ്ണവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഭാവവും ലയിച്ച് ഒറ്റ ഛന്ദസ്സാകുമ്പോഴാണ്. ഛന്ദസ്സാണ് കവിത. എൻ്റെ വിനീതമായ ഒരു കണ്ടെത്തൽ ഇതാണ്. ഛന്ദസ് എന്നത് അക്ഷരം അടുക്കുന്ന വൃത്തമാണ് എന്നൊരു തെറ്റായ ധാരണ അധ്യാപകർക്കും പണ്ഡിതർക്കും നിരൂപകർക്കും ഒക്കെ ഉണ്ട്. ഇതുവരെയുമുള്ള എൻ്റെ അന്വേഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഛന്ദസ് എന്ന് പറയുന്നത് വെറും താളം അല്ല, പദതാളം, വർണ്ണതാളം അല്ല. തക്കത്തക്കിട്ട 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 എന്ന് പറയുന്നത് ഒരു താളമാണ്, താളത്തിൻ്റെ നടയാണ്. ഛന്ദസ് താള നടയല്ല. തരികിട്ട 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 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ താള നടയാണ്, ചതുരശ്ര നട എന്ന് പറയുന്നതാണ്. സംഗീതത്തിലുണ്ട്. സംഗീതത്തിലെ താളനട ഛന്ദസ്സല്ല. നമ്മൾ സ്വാഭാവികമായി ഉപയോഗിക്കുന്ന ഭാഷയുടെ ഭാവതാളം ഛന്ദസ്സാണ്. കുഞ്ഞിനോട് അമ്മ പറയുന്നത്, അമ്മയോട് കുഞ്ഞ് പറയുന്നത്, കാമുകനോട് കാമുകിയോ കാമുകിയോട് കാമുകനോ പറയുന്നത്, ആ പറയുന്നതിൽ ഒരു പ്രത്യേക ആത്മതാളമുണ്ട്. ആ ആത്മതാളമാണ് അല്ലെങ്കിൽ ഭാവതാളമാണ് ഛന്ദസ് എന്ന് പറയുന്നത്. അതെല്ലാത്തിലും ഉണ്ടാവില്ല. സത് കവിതയിലെ ഛന്ദസ് ഉണ്ടാവും. വൃത്തത്തിൽ എഴുതിയാൽ കവിതയാവില്ല, ഗദ്യത്തിൽ എഴുതിയാൽ കവിതയാവാതിരിക്കുകയും ഇല്ല എന്നാണ് എന്നെപ്പോലുള്ളവർക്ക് ഇതുവരെയുള്ള അനുഭവം. അതുകൊണ്ട് ഗദ്യമായാലും പദ്യമായാലും കവിത പറഞ്ഞാൽ ഛന്ദസ്സോടുകൂടി പറയുകയാണെങ്കിൽ ആളുകളുടെ ഉള്ളിൽ പ്രവേശിക്കും. ആ ഛന്ദസ് എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടണം എന്നതേ ഉള്ളൂ. കവിതയിലെ ഛന്ദസ് എൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളിലേക്ക് പകരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതിനെ ഞാൻ ഉണർത്തണം. അപ്പോൾ കവിത നമുക്ക് രസമാവും.
മധുരം എന്ന് പറയുന്ന അതാണ്. കവിത മധുരമാവുന്നത്, രസാത്മകം ആവുന്നത് അത് ശരിക്കും നമ്മെ ഉന്നമിപ്പിക്കുമ്പോഴാണ്. അങ്ങനെ ഉന്നമിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ കവിത ശബ്ദാവിഷ്കാരം നടത്തുക എന്നൊരു രീതി എൻ്റെ ബാല്യം തൊട്ടേ ഉണ്ടായിരുന്നു, കുട്ടിക്കാലം തൊട്ടുണ്ടായിരുന്നു. ആര് തടുത്താലും ഞാൻ പാടാതിരിക്കില്ല, സത്യമാണ്. നാട്ടുംപുറത്തൊക്കെ ഒരിടത്തും അവതരിപ്പിക്കാനല്ല, പക്ഷേ കവിത പാടിയേ പറ്റൂ. അങ്ങനെ അതിനുശേഷമൊക്കെ 12ാം വയസ്സ് തൊട്ടെങ്കിലും ഞാൻ പൊതുവിൽ ആളുകളുടെ മുമ്പിൽ പാടാൻ തുടങ്ങി. അങ്ങനെ ചിലപ്പോൾ ചില സദസ്സുകളിൽ, അമ്പലത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കവിത പാടുമ്പോൾ ചില അമ്മച്ചിമാർ, നാടൻ തെക്കൻ അമ്മച്ചിമാർ 5 പൈസ ഒരു കടലാസിൽ പൊതിഞ്ഞ് കൊണ്ടുതരും. എനിക്ക് 1000 ജ്ഞാനപീഠത്തിനേക്കാളും വിലപ്പെട്ട സമ്മാനമാണ്, മറക്കില്ല. അത് അവരിൽ ഒരാനന്ദമുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നതുകൊണ്ടാണ്. അവരിൽ ആനന്ദം ഉണ്ടാക്കുന്നത് എൻ്റെ ആത്മഛന്ദസ് കൊണ്ടാണ്, അകത്തെ ഛന്ദസ് കൊണ്ടാണ് അവരിൽ അവരുടെ ഛന്ദസ്സിനെ ഉണർത്തുന്നത്. ഛാദയതി ആഹ്ലാദയതി, ഛാദനം ചെയ്യുന്നത്, ആഹ്ലാദം കൊടുക്കുന്നത്, അതാണ് ഛന്ദസ്. വാക്കിൻ്റെ ഒഴുക്കിൽ നമ്മളുടെ ഭാവങ്ങൾ ഉണരുമെങ്കിൽ, അതിൽ നിന്ന് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിൽ ആ ഛന്ദസ് ഉണ്ടാവണം. അങ്ങനെ ഞാൻ ചെയ്തിരുന്നു. പിന്നീട് പിൽക്കാലത്ത് 1982 മുതലൊക്കെ പൊതുവിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമായിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്, നിർബന്ധിച്ച്. അങ്ങനെ നിർബന്ധിച്ചാണ് എൻ്റെ കവിതകൾ പുറത്തു വന്നത്. ഇങ്ങനെ ശബ്ദരൂപത്തിൽ പുറത്തു വന്ന് ആകാശവാണിയിലും ടെലിവിഷനിലും ഒക്കെ വന്നു. ആളുകൾ ഒരുപാട് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കവിത ചൊല്ലാൻ പാടില്ല എന്ന് പലരും പറയാനും തുടങ്ങി. നല്ല എഴുത്തുകാർ തന്നെ പറഞ്ഞു തുടങ്ങി. നമ്മുടെ ബഹുമാനപ്പെട്ട ഈ കാഫ് ഉത്സവം നടത്തുന്ന, ഞാൻ ഏറ്റവും ആദരിക്കുന്ന, പാരമ്പര്യമുള്ള, ഇപ്പോഴും ആദരിക്കുന്ന മാതൃഭൂമി പത്രത്തിൻ്റെ വാരാന്ത പതിപ്പിൽ 6 മാസക്കാലം പല വിദഗ്ധരും എഴുതി കവിത പാടാനുള്ളതല്ല എന്ന്. പാട്ടിൻ്റെ ചരിത്രം പറയുന്നത് ശരിയല്ല. തേവാരപ്പതികങ്ങൾ മുഴുവൻ പാടിയതാണ്, ചിലപ്പതികാരം മുഴുവൻ പാടപ്പെട്ടതാണ്. വേണ്ട, ആദിയിൽ വാൽമീകി രാമായണവും കുശലൻ ലവനും കൂടെ പാടി വന്നതാണ്. പ്രാചീന കാലത്ത് പാഠകനും ഗാഥകനും ഉണ്ടായിരുന്നു. ഗാഥയായി പാടുന്നവനും പാഠമായി ഭാവോച്ചാരണം ഒട്ടും തെറ്റാതെ പറയുന്നവനും ഉണ്ടായിരുന്നു. അങ്ങനെ പാഠകൻ, ഗാഥകൻ, സൂതൻ, മാഗധൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പാടി വന്നതാണ്. പാട്ടില്ലായിരുന്നെങ്കിൽ പൂന്താനം നമുക്ക് കാണില്ല, കവിത പാടിയില്ലായിരുന്നെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ കാണില്ല, ആട്ടപ്പാട്ടുകാരും കാണില്ല. അങ്ങനെ ഈ ലോകത്തെ പാരമ്പര്യത്തിൽ മുഴുവൻ പാട്ടിൻ്റെ ചരിത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ബാഡ് എന്നാണ് വിളിക്കുന്നത്, കവിയെ ബാഡ് എന്നാണ് വിളിച്ചിരുന്നത്. ലിറിക്സ് എന്ന് പറയുന്നു. ലയർ എന്ന വാദ്യം കൊണ്ട് വച്ചു പാടുന്നതാണ്. നമ്മുടെ നാട്ടിൽ പാണൻ എന്ന് പറയുന്നു. യാഴ്പ്പാണത്ത് പാണനാർ അവൻ്റെ യാഴ് മീട്ടിക്കൊണ്ടാണ് പാടുന്നത്. പാണനാർ പാടുന്നവനാണ്. നന്തുണിയാണെങ്കിലും യാഴാണെങ്കിലും മുഖവീണയാണെങ്കിലും ഏതും മീട്ടിപ്പാടുക. ഇത് എന്തിനാണ്? കവിത എന്നും നാദരൂപിണിയായിരുന്നു, ലിപിരൂപിണിയല്ല. ലിപിരൂപിണിയായത് നമുക്ക് ഓടിച്ചു നോക്കാൻ കൊള്ളാവുന്ന രീതിയിൽ സഹായം തന്നെയാണ്. ഈ എഴുത്തും അക്ഷരം തന്നെ, പക്ഷേ നാദമാണ് ഭാഷ, നാദമാണ് കവിത, നാദമാണ് സംഗീതവും. അതുകൊണ്ട് നാദരൂപത്തിൽ ഇത് ആവിഷ്കരിക്കുക നമ്മുടെ ശീലമായിപ്പോയി. ഞാൻ മിണ്ടിയില്ല. ഒരുപാട് പേര് ഇങ്ങനെ നമുക്കെതിരെയൊക്കെ പറഞ്ഞപ്പോൾ കുറേ കാലം ഉണ്ടായിരുന്നു.
ഇപ്പോഴും കുറച്ച് പേര് പറയുന്നുണ്ടാവും. ഞാൻ മിണ്ടില്ല. എനിക്ക് അവർ മിണ്ടരുതെന്ന് പറഞ്ഞാലും മിണ്ടാതിരിക്കാൻ ഒക്കില്ല. ചങ്ങമ്പുഴ കവിത എഴുതരുതെന്ന് ഇവിടെ തൃപ്പൂണിത്തുറ ഒരു സമിതി പ്രമേയം പാസാക്കി. ചങ്ങമ്പുഴ എഴുതാതിരുന്നില്ല. ചങ്ങമ്പുഴ കവിത എഴുതിപ്പോരുത് എന്നായിരുന്നു പ്രമേയം. നോക്കണേ, ഇക്കാലത്ത് ആരെങ്കിലും ബഹുമാനപ്പെട്ട MLA ഒന്നിരിപ്പുണ്ട്, ഇക്കാലത്ത് പ്രമേയം പാസ്സാക്കുമോ? ഇല്ല. പക്ഷേ ഇതുവരെ ചെയ്തതാണ്. പക്ഷെ അതുപോലെ ഞാനും പാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ വെറുതെ പറയുകയല്ല, ഇങ്ങനെ എഴുതിയവരിൽ ചിലർ തന്നെ എന്നെ വേറെ ആൾ മുഖാന്തരം സമീപിച്ചിട്ട് അവരുടെ കവിത ഒന്ന് പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യമാണ്. ചിലർ വേറെ ആളുകളെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? നാദമാണ് അനന്തവും അനശ്വരവും. അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ കവിത പാടിക്കൊണ്ടിരുന്നു. തുടരെ 1997 4 സംസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 50-ാം വർഷം ചെന്നൈയിൽ ആചരിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന ദിവസം 4 സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ച് കവികളുണ്ടായിരുന്നു. ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ദാസേട്ടൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു. കച്ചേരി കഴിഞ്ഞ ഉടനെ കവിതയായിരുന്നു. ആ കവിതയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചത് ഞാനാണ്. ഞാൻ അവിടെ ഒരു കവിത ചൊല്ലി. അല്പനേരം നീണ്ടു നിന്ന കവിതയാണ്. ആ കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ വേദിയിൽ ചൊല്ലി തീർന്നതും വേദിയിൽ 3 പേര് കയറി വന്നു. ആദ്യത്തെ ആൾ എന്നെ കെട്ടിപ്പിടിച്ചു. ചെറുപ്പായിരുന്നു എന്ന് പറഞ്ഞ് കണ്ണ് നിറഞ്ഞു. കുന്നക്കുടി വൈദ്യനാഥയ്യർ ആയിരുന്നു അത്. മലയാളം കേട്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാവുമോ എന്നെനിക്ക് വിസ്മയമുണ്ടായിരുന്നു. ആ കവിതയുടെ അകത്തെന്താണുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രണ്ടാമതൊരാൾ എന്നെ വന്ന് പിടിച്ചു, കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു ചിന്ന പാട്ടുകാരൻ. ഞാൻ പറഞ്ഞു, എനിക്ക് നന്നാக தெரியும். ഞാൻ തൊഴുതു. SP ബാലസുബ്രഹ്മണ്യായിരുന്നു അത് നോക്കണം. പിന്നെ ഒരാൾ വന്ന് പറഞ്ഞു, എന്നെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, മുമ്പേ തന്നെ ഞാൻ കേട്ടിരിക്കുന്നു മധുസൂദനൻ്റെ കവിത, MS വിശ്വനാഥൻ. അപ്പം എനിക്ക് മനസ്സിലായി, കവിതയും നാദരൂപത്തിൽ സഞ്ചരിച്ചാൽ എല്ലാവർക്കും ഭാവമായി അകത്ത് കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. അതിന് കാരണമുണ്ട്. കപ്പന കൃഷ്ണമേനോൻ എന്ന് പറയുന്ന ആൾ വീട്ടിൽ ഇംഗ്ലീഷ് കവിത വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൂരെ നിന്നൊരു സ്വാമി വരുന്നു. സ്വാമി അങ്ങോട്ട് ചെല്ലുന്നതും ഇദ്ദേഹം പുസ്തകം അടച്ചു വെച്ചിട്ട് എഴുന്നേറ്റ് തൊഴുത് അദ്ദേഹത്തെ ഉപചരിച്ച് ഇരുത്തി. സ്വാമികൾ ഇപ്പോൾ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, കുശല ഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അങ്ങേക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിഷമിക്കുകയായിരുന്നു. ഉദാത്തമായ കവിത. ഏതാണ് ആ കവിത? അത് മിൽട്ടൺ എന്നൊരു കവി എഴുതിയതാണ്, പാരഡൈസ് ലോസ്റ്റ്. ഒന്ന് കേൾക്കട്ടെ, സ്വാമിക്ക് അങ്ങേക്ക് മനസ്സിലാവുമോ? കേൾക്കാമിടേ പിള്ളേ എന്ന്, കേൾക്കാം പിള്ളേ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പിള്ളേ എന്ന് വിളിക്കുന്ന ആളാണ് സ്വാമി. അദ്ദേഹം വായിച്ചു ഓഫ് മാൻസ് ഫസ്റ്റ് ഡിസൊബീഡിയൻസ് എന്ന തുടക്കത്തിൽ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് കാൻഡോ കുറച്ചു നേരം കേട്ടുകൊണ്ടിരുന്നിട്ട്, ഈ ഭാഷ അതിൻ്റെ രീതിക്ക്, വായിക്കേണ്ട രീതിക്ക്, ആ താളത്തിനനുസരിച്ചൊന്ന് വായിക്കണം. അപ്പോൾ അദ്ദേഹം ആ രീതിക്ക് അങ്ങ് വായിച്ച് അത് അദ്ദേഹം കണ്ണടച്ച് കേട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ രീതിയിൽ ആ പദ്യങ്ങൾ മുഴുവൻ അത്രയും വായിച്ചത്രയും ഇദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന ആൾ അങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടായിരുന്നു. ചട്ടമ്പി സ്വാമികളാണ് ആൾ. ഭാഷ സർവ ലോകത്തിനും ഒരുപോലെ ആദരിക്കാൻ പറ്റും എന്നതാണ് എൻ്റെ തെളിവ്. അങ്ങനെ ഞാൻ നമ്മുടേതായ
അന്തർഗതം കൊണ്ട് മറ്റുള്ളവരെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാനൊക്കെ തെളിഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ടെക്സാസിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അലൻ എന്നൊരു പ്രൊഫസറുണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു കവിത റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി. വാക്ക് എന്നാണ് ആ കവിതയുടെ പേര്. റെക്കോർഡ് ചെയ്തിട്ട് പോയി. ഇപ്പം അദ്ദേഹത്തിൻ്റെ കാറിൽ സ്ഥിരം അദ്ദേഹം ഇട്ടിരിക്കുന്ന കവിത ഇതാണ്, മലയാളമാണ്. അദ്ദേഹത്തിന് അർത്ഥം മനസ്സിലാവും. അർത്ഥമല്ല, അർത്ഥത്തിൻ്റെ അർത്ഥം മനസ്സിലാവും. ഞാനത് പറയാൻ കാരണമുണ്ട്. ഞാൻ മറീന ബീച്ചിൽ കവിത ചൊല്ലിയപ്പോൾ 3 മഹാരഥന്മാരെൻ്റെ അടുത്തേക്ക് വന്നല്ലോ. എന്നെക്കാൾ വലിയവരാണ് അവർ എന്നെനിക്ക് മനസ്സിലായി. കുന്നക്കൂടി വൈദ്യനാഥനും MS വിശ്വനാഥനും ഒന്നും താഴെയല്ല. പക്ഷേ അവർക്ക് താഴോട്ട് ചെന്ന് തൊടാൻ കഴിയും. താഴെ നിൽക്കുന്ന എന്നെ വന്ന് തൊടാൻ അവർക്ക് സാധിച്ചു. അതിന് കാരണക്കാരൻ ഞാൻ ആരെക്കുറിച്ചാണോ കവിത അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. ഞാൻ അവതരിപ്പിച്ചത് ഗാന്ധി എന്ന മനുഷ്യനെക്കുറിച്ചുള്ള കവിതയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വർഷം. ആ ഗാന്ധി എന്ന കവിത അപ്പോൾ കുന്നക്കുടി തന്നെ എന്നോട് പറഞ്ഞു, ഗാന്ധി എത്രതരം ഗാന്ധി എന്നാണ്. എൻ്റെ കവിതയിൽ എത്ര തരം ഗാന്ധികളുണ്ട് എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അതേ അഭിപ്രായം വേറൊരാളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതാണ്, ആദ്യം ഈ ഗാന്ധി എന്ന് പറയുന്ന ആൾ എല്ലാ ഹിംസജന്തുക്കളെയും ഒരു ചരടി കൊരുത്തവനാണ്. ഇന്ത്യയിൽ ഒരുപാട് ഹിംസജന്തുക്കളുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. എല്ലാവരെയും ഒരു ചരടിൽ കൊരുത്ത ഒരു മന്ത്രമാണ് ആ മനുഷ്യൻ. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം ഈശ്വര അള്ളാ തേരേ നാം സബ്കോ സന്മതിദേ ഭഗവാൻ. ഇതെല്ലാവരെ കൊണ്ടും പഠിച്ചു. എല്ലാവർക്കും ദൈവം ഒന്ന് തന്നെയെന്ന് മനസ്സിലായി. മതി. അതാണ് ഗാന്ധി. എല്ലാവരെയും ഒരുമിപ്പിക്കാൻ ഒരു സംഗീതത്തെ തന്നെ ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് ഗാന്ധി. അതാണ് കലാകാരൻ്റെ പ്രത്യേകത. ഗാന്ധിയെ വലിയ കലാകാരനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഈയിടയ്ക്ക് തെളിഞ്ഞത്, അപ്പു എസ്തോസ് രാജേഷ് എന്ന ഒരു വ്യക്തി ദ മർഡറർ, ദ മൊണാർക്ക് ആൻഡ് ദ ഫക്കീർ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ജേർണലിസ്റ്റാണ് അദ്ദേഹം. ഇതാണ് ആ പുസ്തകം, ഈ അപ്പു എസ്തോസ് എഴുതിയത്. ഒരു ജേർണലിസ്റ്റാണ് ഈ അപ്പു എസ്തോസ്. അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ഗാന്ധിയെക്കുറിച്ചൊരു പുസ്തകം എഴുതണം എന്ന് വന്നപ്പോൾ പലരോടും പല ഉപദേശങ്ങളും തേടി. അപ്പോൾ മലയാളിയായ പ്രൊഫസർ KP ശങ്കരനോടും പല രീതിയിലുള്ള ഉപദേശങ്ങൾ തേടി. അപ്പം അദ്ദേഹം പറഞ്ഞു, മധുസൂദനൻ നായരുടെ ഗാന്ധി എന്ന് പറയുന്ന കവിത ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, അതിനകത്ത് ഇതെല്ലാം കിട്ടുന്നു. അങ്ങനെ അപ്പു എസ്തോസ് ആ കവിത തേടിപ്പിടിച്ച് കേൾക്കുകയും ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് ആ കവിതയിൽ നിന്ന് ഏതേത് അടരുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് ഈ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആമുഖത്തിലും വേറെ 3 ചാപ്റ്ററിലും അദ്ദേഹം ഇത് എഴുതിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ എടുക്കുന്നില്ല. ആ കവിത കാലത്തിന് എന്താണ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുമാറാകണം. അതാണ് ഞാനിവിടെ ആദ്യമായിട്ട് അവതരിപ്പിക്കാം എന്ന് ഉദ്ദേശിക്കുന്നത്. തനിയേ നടന്നു നീ പോവുക, തളർന്നാലുമരുതേ പരാശ്രയവുമിളവും. തനിയേ നടന്നു നീ പോവുക, തളർന്നാലുമരുതേ
പരാശ്രയവുമിളവും അനുഗാമിയില്ലാത്ത പഥിക തുടർന്നാലുമിടറാതെ നിൻ ധീരഗാനം തുടർന്നാലുമിടറാതെ നിൻ ധീരഗാനം. പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമീ അഗ്നിക്കു മുന്നിൽ. പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമീ അഗ്നിക്കു മുന്നിൽ. പിടികൊണ്ട പക്ഷിയൊന്നെവിടെയോ പതറുന്ന ചിറകൊച്ച ഇഴയുന്നു വിണ്ണിൽ. രാംധുൻ കഴിഞ്ഞു ശ്രുതിയും തീർന്നു ഗായകർ നാണയം വാങ്ങി പിരിഞ്ഞു പോയി. രാംധുൻ കഴിഞ്ഞു ശ്രുതിയും തീർന്നു ഗായകർ നാണയം വാങ്ങി പിരിഞ്ഞു പോയി. നായകർ പൂവിട്ട് ഭജനം കഴിച്ച് വേഗം കരിമ്പൂച്ചകൾക്കൊപ്പമങ്ങെപ്പോഴേ യാത്രയായി. ഒരു ഭ്രാന്തനേതോ ദരിദ്രരുദ്രൻ മാത്രമെരിയുന്ന കാലാൽ വലത്തുവച്ചും മൗനവചനക്കടൽ പോലുറഞ്ഞും ശമിക്കാത്ത വചനമായി പെയ്തും നടക്കയാണിപ്പോഴും. ഇങ്ങു ഞാൻ എന്തേ തിരഞ്ഞു വന്നു, ഇങ്ങ് ഞാൻ എന്തേ തിരഞ്ഞു വന്നു. ഭീതനിൻ രുധിരയജ്ഞം പിഴച്ചുവല്ലോ. ഇങ്ങ് ഞാൻ എന്തേ തിരഞ്ഞു വന്നു. ഭീതനിൻ രുധിരയജ്ഞം പിഴച്ചുവല്ലോ. കുടിലയന്ത്രങ്ങളിൽ ഗൂഢമന്ത്രം ജപിച്ചെയ്തൊരസ്ത്രം എൻ നെഞ്ചിലേ വീണുവല്ലോ. എങ്ങാത്മരക്ഷ എങ്ങെന്നേ തിരഞ്ഞ് വഴിയെല്ലാം അടഞ്ഞു നിൽക്കുമ്പോൾ ഒന്നൊന്നുമറിയാത്ത ദുഃഖങ്ങളാം നാട്ടുകുഞ്ഞുങ്ങൾ എന്തിനോ പാട്ടു തുടരുന്നു. കുഞ്ഞുങ്ങൾ എന്തിനോ പാട്ടു തുടരുന്നു. നടന്നു നീ പോവുക, തളർന്നാലുമരുതേ പരാശ്രയവുമിളവും. അനുഗാമിയില്ലാത്ത പഥിക നിൻ ദീപമീ അവനിയിൽ സ്നേഹമാം ദൈവം. അനുഗാമിയില്ലാത്ത പഥിക നിൻ ദീപമീ അവനിയിൽ സ്നേഹമാം ദൈവം. അവനു പേരല്ലാഹ്, രാമൻ, ഈശോ, സത്യം. അവനാണ ചഞ്ചലൻ ധീരൻ. ധീരമാം സ്നേഹമേ ശാന്തി. ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി. ധീരമാം സ്നേഹമേ ശാന്തി. ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി. ഈ കുഞ്ഞുങ്ങൾ പാടി കേട്ടിട്ടും എനിക്ക് മനസ്സിലായില്ല ഗാന്ധിയെ. കുഞ്ഞുങ്ങളിങ്ങനെ പാടി, ഞാനത് കേട്ടു. എന്നിട്ടും രാജ്ഘട്ടിൽ നിന്ന് എനിക്ക് ഗാന്ധിയെ മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, ആരാണ് ഗാന്ധി?
ആരാണ് ഗാന്ധി നിഴൽ ചുള്ളി ഊന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ? ആരാണ് ഗാന്ധി നിഴൽ ചുള്ളി ഊന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ? താൻ തീർത്ത വറചട്ടിയിൽ വീണ് താനേ പുകഞ്ഞവൻ, വെറുതെ കിനാവിൻ്റെ കഥകൾ പുലമ്പിയോൻ. കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി? കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നു? നമുക്ക് ആ മനുഷ്യൻ ഒരു കനവോ കഥയോ ആണ്. ഞാൻ വല്ലാതെ ഓർമ്മിച്ചു പോകുന്നതാണ് ഇപ്പോഴും അങ്ങനെ. കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി? നാൾ വഴിയിൽ ഇവൻ ഇന്നും നാമമില്ല, നാൾ വഴിയിൽ ഇവൻ ഇന്നും നാമമില്ല. നാട്ടുനടവഴിയിൽ ഈ ഉരുവം ഓർമ്മയില്ല. എന്നാലും എൻ നിലവിളിക്കിടയിൽ ഉള്ളിലെ കണ്ണീരിലൂറുന്നു ഗാന്ധി. എന്നാലും എൻ നിലവിളിക്കിടയിൽ ഉള്ളിലെ കണ്ണീരിലൂറുന്നു ഗാന്ധി. ഭാവിനാറ്റുന്നോരുറക്കപ്പിരാന്തിന്റെ വക്കിൽ ചിരിക്കുന്നു ഗാന്ധി. ഭാവിനാറ്റുന്നോരുറക്കപ്പിരാന്തിന്റെ വക്കിൽ ചിരിക്കുന്നു ഗാന്ധി. കലിവിരുദ്ധങ്ങളിൽ അഗാധ ജീവധ്യാനമലരായി നിറയുന്നു ഗാന്ധി. ധ്യാനമലരായി പിരിയുന്നു ഗാന്ധി. നിശ്ചലം നിൽക്കുന്ന ദീപം കയർക്കുന്ന കാറ്റിനും ശാന്തി അരുളുന്നു. നിശ്ചലം നിൽക്കുന്ന ദീപം കയർക്കുന്ന കാറ്റിനും ശാന്തി അരുളുന്നു. മിത്രമില്ലാതെ ഒരു ശത്രുവില്ലാതെ, മിത്രമില്ലാതെ ഒരു ശത്രുവില്ലാതെ, സുഖദുഃഖ ശീതോഷ്ണ സംഘങ്ങളെ ഇല്ലാതെ, തന്നെ നിന്ദിക്കാതെ വാഴ്ത്താതെ എപ്പോഴും താനെ തപിപ്പിച്ചു ശുദ്ധി ചെയ്തോൻ, താനെ തപിപ്പിച്ചു ശുദ്ധി ചെയ്തോൻ. ഏതു കല്ലിലും പൊന്നിലും ഒരേ മുഖം കണ്ടവൻ, കൊല്ലാവ്രതത്തിനു തന്നെ അർപ്പിച്ചവൻ. ഇവനൊരാൾ രൂപം സഹസ്രാബ്ദ ജീവിത ജ്വാലകൾ വിലയിച്ച രൂപം. ഇവനൊരാൾ രൂപം സഹസ്രാബ്ദ ജീവിത ജ്വാലകൾ വിലയിച്ച രൂപം. ഇവനൊരേ ഹൃദയം, ഈ ഊഴിതൻ പ്രാർത്ഥനകൾ ഒരുമിച്ചു കൂപ്പുന്ന ഹൃദയം. ഇവനൊരേ ഹൃദയം, ഈ ഊഴിതൻ പ്രാർത്ഥനകൾ ഒരുമിച്ചു കൂപ്പുന്ന ഹൃദയം. ഇവനൊറ്റ മന്ത്രം, ഇവനൊറ്റ മന്ത്രം, ഈ ഹിംസ്രജന്തുക്കളെ ഒരിഴയിൽ കൊരുത്തോരു മന്ത്രം. ഇവനെയല്ലോ ചുട്ടുകൊല്ലുന്നു ഞാൻ, ഇവനെയല്ലോ ചുട്ടുകൊല്ലുന്നു ഞാൻ, നിത്യം ഇവനെയല്ലോ ചില്ലിലിട്ടു വിൽക്കുന്നു ഞാൻ. ഇവനെയല്ലോ ചുട്ടുകൊല്ലുന്നു ഞാൻ, നിത്യം ഇവനെയല്ലോ ചില്ലിലിട്ടു വിൽക്കുന്നു ഞാൻ. ഇവനെയാണല്ലോ കറുപ്പായി വരയ്ക്കുന്നത്, ഇവനെയാണല്ലോ ശുചിപ്പെടുത്തുന്നു ഞാൻ. പിതൃഘാതിയാം എന്റെ നെഞ്ചത്തവൻ വിട്ട രാമബാണം തുളയ്ക്കുന്നു. പിതൃഘാതിയാം എന്റെ നെഞ്ചത്തവൻ വിട്ട രാമബാണം തുളയ്ക്കുന്നു. കുലരക്തമണയുമെൻ കണ്ഠത്തിലാ സൗമ്യവചന തീർത്ഥം ചുരക്കുന്നു. കുലരക്തമടയുമെൻ കണ്ഠത്തിൽ ആ സൗമ്യവചന തീർത്ഥം ചുരക്കുന്നു.
എവിടെ ഞാൻ തേടേണ്ടു ഗാന്ധിയെ, എവിടെ ഞാൻ തേടേണ്ടു ഗാന്ധിയെ, സ്വാതന്ത്ര്യ കവിതകൾ കസവിട്ട ചുണ്ടിലോ, പൈശാച നഗരം മിനുക്കും അധികാര ലോഭത്തിലോ, ആഭിചാരക്കളമൊരുങ്ങുമെന്നുള്ളിലോ, എവിടെ ഞാൻ തേടേണ്ടു ഗാന്ധിയെ, സ്വാതന്ത്ര്യ കവിതകൾ കസവിട്ട ചുണ്ടിലോ, പൈശാച നഗരം മിനുക്കും അധികാര ലോഭത്തിലോ, ആഭിചാരക്കളമൊരുങ്ങുമെന്നുള്ളിലോ. കൊറ്റിനായി മേനി വിൽക്കും തെരുവു പെണ്ണിനൊരു മറയാണ് ഗാന്ധി. പഴവങ്ങാടി പോയാൽ, കോട്ടയ്ക്ക് മുന്നിൽ പഴവങ്ങാടി പോയാൽ ഈ ഗാന്ധിയെ കാണാം. ആ ഗാന്ധി പ്രതിമയുടെ പിറകിൽ കുഞ്ഞിന് കുറ്റിന് വേണ്ടി മേനി വിൽക്കുന്ന കൊറ്റിനായി മേനി വിൽക്കും തെരുവു പെണ്ണിനൊരു മറയാണ് ഗാന്ധി. അളയട്ട യുവതയ്ക്കു ബോധം പുകയ്ക്കുവാൻ തണലുള്ളൊരിടമാണ് ഗാന്ധി. കുഞ്ഞിനു കൊറ്റിനായി മേനി വിൽക്കും തെരുവു പെണ്ണിനൊരു മറയാണ് ഗാന്ധി. അളവറ്റ യുവതയ്ക്ക് ബോധം പുകയ്ക്കുവാൻ തണലുള്ളൊരിടമാണ് ഗാന്ധി. വില കൂട്ടി വിൽക്കുന്ന സേവന ചതികൾ കുടുപ്പാണ് ഗാന്ധി. നീതിക്ക് വില കൂട്ടി വിൽക്കുന്ന സേവന ചതികൾ കുടുപ്പാണ് ഗാന്ധി. ഏതു രക്ഷസിനും ദേവതയാകുവാനോതുന്ന പേരാണ് ഗാന്ധി. നിസ്വന്റെ മിഴിയിലെ ദൈന്യമായി തീരുന്ന നിസ്സഹായതയാണ് ഗാന്ധി. നിസ്വന്റെ മിഴിയിലെ ദൈന്യമായി തീരുന്ന നിസ്സഹായതയാണ് ഗാന്ധി. എവിടെയോ കരയുന്നു ഗാന്ധി, എവിടെയോ കരയുന്നു ഗാന്ധി, എവിടെയോ കരയുന്നു ഗാന്ധി. പ്രശാന്തി തൻ കണികയും പറ്റുമി ഗ്രാമനേത്രങ്ങളിൽ. എവിടെയോ കരയുന്നു ഗാന്ധി, പ്രശാന്തി തൻ കണികയും പറ്റുമി ഗ്രാമനേത്രങ്ങളിൽ. പങ്കിട്ടു തിന്നുന്ന ദൈവങ്ങൾ ഭക്തന്റെ ചങ്കുകീറുന്നൊരീ ഹിംസക്കളങ്ങളിൽ. പങ്കിട്ടു തിന്നുന്ന ദൈവങ്ങൾ ഭക്തന്റെ ചങ്കുകീറുന്നൊരീ ഹിംസക്കളങ്ങളിൽ. സ്നേഹം ചുവപ്പായി പച്ചയായി കാവിയായി മാതൃഗർഭങ്ങൾ പിളർക്കുന്നിടങ്ങളിൽ. ചുടുചോര നിലവിളിച്ചമരും നിലങ്ങളിൽ തനിയെ നടക്കുന്നു ഗാന്ധി. ചുടുചോര നിലവിളിച്ചമരും നിലങ്ങളിൽ തനിയെ നടക്കുന്നു ഗാന്ധി. തനിയെ നടക്കുന്നു ഗാന്ധി. നിശ്വാസമായി തനിയെ വിതുമ്പുന്നു ഗാന്ധി. തനിയെ നടക്കുന്നു ഗാന്ധി.
നിശ്വാസമായി തനിയെ വിതുമ്പുന്നു ഗാന്ധി. എവിടെയും ഉയർക്കുന്നു ഗാന്ധി, എവിടെയും ഉയർക്കുന്നു ഗാന്ധി, സ്വന്തം വിയർപ്പു വിലയന്യനായി നൽകുന്ന കടലുപ്പുപരലിൽ. എവിടെയും ഉയർക്കുന്നു ഗാന്ധി, സ്വന്തം വിയർപ്പു വിലയന്യനായി നൽകുന്ന കടലുപ്പുപരലിൽ. തന്നൂറ്റ നൂലിനാൽ ഉലകം പുതയ്ക്കുന്ന സൂര്യന്റെ വിരലിൽ, തന്നൂറ്റ നൂലിനാൽ ഉലകം പുതയ്ക്കുന്ന സൂര്യന്റെ വിരലിൽ. അരമുണ്ടുടുത്തിട്ടു മേൽമുണ്ടു നൽകും നിലാവിന്റെ നദിയിൽ, അരമുണ്ടുടുത്തിട്ടു മേൽമുണ്ടു നൽകും നിലാവിന്റെ നദിയിൽ. അടിമയല്ലുടമ നീ എന്നറിവുമെഴുകുന്ന കുടിലിന്റെ കരളിൽ. അരുത് കൊല്ലരുതെന്നു കുരൽ പൊട്ടി അലറുന്നൊരുവിന്റെ ഉയിരിൽ. പശിയുള്ളവനു മുന്നിൽ അന്നമായി വീഴുന്ന കരുണ തൻ വടിവിൽ. പശിയുള്ളവനു മുന്നിൽ അന്നമായി വീഴുന്ന കരുണ തൻ വടിവിൽ. പശിയുള്ളവനു മുന്നിൽ അന്നമായി വീഴുന്ന കരുണതൻ വടിവിൽ. പതിതപാപം നെഞ്ചിലേറ്റുവാങ്ങും നിത്യമഹിമയുടെ കനിവിൽ. ആടിമഴമോഹങ്ങൾ ഇടിവീണ് കരിയുന്ന പാലനിലനോവിൽ. തീടി തുളച്ചാലും ഉലയാതെ നിൽക്കുന്നൊരാകാശവിരിവിൽ. തീടി തുളച്ചാലും ഉലയാതെ നിൽക്കുന്നൊരാകാശവിരിവിൽ. എത്ര മിഴികൾ കൊണ്ടു കാൺകിലും, എത്ര മിഴികൾ കൊണ്ടു കാൺകിലും കാഴ്ചകൾക്കപ്പുറം നിൽക്കുന്നു ഗാന്ധി. എത്ര മിഴികൾ കൊണ്ടു കാൺകിലും കാഴ്ചകൾക്കപ്പുറം നിൽക്കുന്നു ഗാന്ധി. എത്ര വർണ്ണം മാറ്റി എഴുതിലും എഴുത്തുകൾക്കപ്പുറത്തെഴുതുന്നു ഗാന്ധി. എത്ര വർണ്ണം മാറ്റി എഴുതിലും എഴുത്തുകൾക്കപ്പുറത്തെഴുതുന്നു ഗാന്ധി. എഴുത്തുകൾക്കപ്പുറത്തെഴുതുന്നു ഗാന്ധി. എഴുത്തുകൾക്കപ്പുറത്തെഴുതുന്നു ഗാന്ധി. എഴുത്തുകൾക്കപ്പുറത്തെഴുതുന്നു ഗാന്ധി. തനിയെ നടന്ന് നീ പോവുക, തളർന്നാലും അരുതേ പരാശ്രയവും ഇളവും. ഗാന്ധി ഇപ്പോഴും നമ്മളോട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളോട് തന്നെ ഇത് എഴുതിക്കൊണ്ടിരിക്കുക. എഴുത്തുകൾക്കപ്പുറത്ത് ഗാന്ധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഭാഗം ഇങ്ങനെയാണ്: തനിയെ നടന്നു നീ പോവുക, തളർന്നാലും അരുതേ പരാശ്രയവും ഇളവും. അനുഗാമികൾ വെടിഞ്ഞാലും, അനുഗാമികൾ വെടിഞ്ഞാലും നിനക്ക് നീ അഭയവും വഴിയും വിളക്കും. നിനക്ക് നീ അഭയവും വഴിയും വിളക്കും. ഭജനം മറന്നോരു യമുനേ, ഭജനം മറന്നോരു യമുനേ, ദുരാചാരമലിനതാ സംഗയാം ഗംഗേ. ഭജനം മറന്നോരു യമുനേ, ദുരാചാരമലിനതാ സംഗയാം ഗംഗേ.
തപസ്തീർത്ഥവചനം മറന്നൊരു സരസ്വതി, തപസ്തീർത്ഥവചനം മറന്നൊരു സരസ്വതി, വെടിയുപ്പു മരണമായി തുപ്പുന്ന സിന്ധു, നിരാലംബ നയനം നിറയ്ക്കുന്ന നർമ്മദേ, തുള്ളി നീർ കലഹം മറിച്ചിട്ട കാവേരി, നിങ്ങൾ ഈ രക്തസാബർമതിക്കകം ഊറി നിൽക്കുന്നൊരശ്രുനീർ ഒരു തുള്ളി ആചമിക്കൂ, ആത്മശുദ്ധരായി ഒന്നു ചേർന്നൊഴുകൂ. നിങ്ങൾ ഈ രക്തസാബർമതിക്കകം ഊറി നിൽക്കുന്നൊരശ്രുനീർ ഒരു തുള്ളി ആചമിക്കൂ, ആത്മശുദ്ധരായി ഒന്നു ചേർന്നൊഴുകൂ. ഒരു നാട് ഒന്നാവണമെങ്കിൽ പല നിറത്തിൽ പല കലുഷതകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വർഗനദികളും ഒന്നായി ഒഴുകണം. അതാണ് ദേശത്തിൻ്റെ ഒരുമ. അതിന് അനുയായികൾ അനുഗാമികൾ വെടിഞ്ഞാലും നിനക്ക് നീ അഭയവും വഴിയും വിളക്കും ആകുമ്പോൾ മാത്രമേ നിനക്ക് തനിയെ നടക്കാൻ പറ്റൂ. തനിയെ നടക്കാൻ കഴിയുന്നത് തന്നെയാണ് സ്വാതന്ത്ര്യം. എന്താണ് സ്വാതന്ത്ര്യം? തനിയെ നടന്നു നീ പോവുക, പാവം ഒറ്റയ്ക്ക് നടക്കുകയാണ് എന്നല്ല, തനിച്ച് നടക്കാനുള്ള ശേഷി ഉണ്ടാക്കാനാണ്. ആ മനുഷ്യൻ ഒരു വടിയൂന്നി തനിച്ച് നടന്ന് കാണിച്ചു. നമുക്ക് പഠിക്കാൻ പറ്റില്ല, ഇതുവരെ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. അതാണ് ഇന്ന് ഗാന്ധി ആരാണ് എന്ന് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഗാന്ധി എല്ലാമാണ്. സ്വയം പാകപ്പെടാൻ, മറ്റുള്ളവനെ കുറ്റം പറയുകയും മറ്റുള്ളവനെ ആക്ഷേപിക്കുകയും ചെയ്ത് നടക്കുന്നതിനപ്പുറം സ്വയം പാകപ്പെടാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാൻ ഗാന്ധി ആരാണെന്ന് മനസ്സിലാക്കും. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരാണ് എന്ന് മനസ്സിലാക്കും. ഈ എല്ലാ ജനതയെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വന്തം വിയർപ്പ് വില അന്യനൂടെ കൊടുക്കുന്ന പരലുപ്പും, സ്വയം നൂറ്റ നൂലുകൊണ്ട് സ്വയം പുതയ്ക്കുന്ന, ലോകത്തിനെ പുതപ്പിക്കുന്ന സൂര്യനും ഒക്കെ ഗാന്ധിയാണ്. സ്വയം നൂറ്റ നൂലുകൊണ്ട് ലോകത്തിനെ എന്നും പുതപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ നമുക്ക് ഗാന്ധിയാണ്. താൻ അരമുണ്ടെടുത്തിട്ട് മേൽമുണ്ട് പാവപ്പെട്ടവൻ ഇട്ടുകൊടുക്കുന്ന നിലാവും നമുക്ക് ഗാന്ധിയാണ്. ഇതെല്ലാമാണ് ഗാന്ധി. നമ്മൾ ഈ പ്രകൃതിയെയും ഗാന്ധിയെയും കേരളീയ ജനതയെയും വിവരിപ്പിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ആർഭാടങ്ങൾ മറക്കേണ്ടി വരും. സ്വയം വിസ്മരണങ്ങൾ ആർഭാടങ്ങളിൽ കൂടെയാണ്, അതിരസത്തിൽ കൂടെയാണ്. കൂടുതൽ രസിക്കണം എന്ന് തോന്നുമ്പോൾ ഗാന്ധിയെപ്പോലെ കളങ്കരഹിതമായ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കാൻ തയ്യാറുള്ള ആളുകളെ, നമ്മിലെ നിഷ്കളങ്കതകളെ നമ്മൾ മറന്നുപോകും. നമ്മിലെ നിഷ്കളങ്കതകളെ മറക്കത്തക്ക രീതിയിലാണ്, നമ്മിലെ നന്മകളെ മറന്നു പോകത്തക്ക രീതിയിലാണ് പുതിയ തരത്തിലുള്ള ആവേശങ്ങൾ നമ്മെ പിശാചായിട്ടോ യക്ഷിയായിട്ടോ ഗണികയായിട്ടോ മദാലസയായ ഗണികയായിട്ടോ ഇങ്ങനെ ആകർഷിച്ച് പിടിക്കുന്നത്. നമ്മളതിൽ പെട്ടുപോകും. പണ്ടൊരുത്തൻ ഇതുപോലെ ഒരു ഗണികയുടെ അടുത്ത് പോകാൻ വേണ്ടി മഴയത്ത് പുറപ്പെട്ടു. ആ കഥ നിങ്ങൾക്കറിയാം. പുറപ്പെട്ട് നദിയുടെ കരയിൽ ചെന്നപ്പോൾ കരകവിഞ്ഞൊഴുകുന്ന നദിയാണ്, കടക്കാൻ നിവൃത്തിയില്ല. ഗണിക, പ്രിയപ്പെട്ട ഗണിക അപ്പുറത്താണ്, ഇയാൾ ഇപ്പുറത്താണ്. ഉടനെ എങ്ങനെ കടക്കേണ്ടു എന്ന് വിചാരിച്ച് ചാടി. അതിൽ ചാടിയപ്പോൾ പൊങ്ങുതടിയായിട്ടൊരെണ്ണം കിട്ടി. അതിൽ പിടിച്ച് അക്കരെ എത്തിയിട്ട് നോക്കിയപ്പോൾ ഈ പൊങ്ങുതടി ഒരു ശവശരീരമായിരുന്നു. അതിൽ പിടിച്ച് അക്കരെ എത്തിയത്. ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് വീണ്ടും ഗണികയുടെ വീടിൻ്റെ മാളികയുടെ അവിടെ ചെന്ന് നോക്കി.
അപ്പോൾ നോക്കുമ്പോൾ മുകളിൽ വിളക്കുണ്ട്, അവൾ മുകളിലുണ്ട്. അങ്ങോട്ട് കയറണമല്ലോ, വഴി എന്താണെന്ന് നോക്കി എല്ലായിടവും അടച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കയറ് തൂങ്ങിക്കിടക്കുന്നു. ആ കയറ് പിടിച്ച് മുകളിലെത്തി നോക്കുമ്പോൾ ആ കയറൊരു പെരുമ്പാമ്പാണ്. ഇത്രയൊക്കെ കഴിഞ്ഞ് അകത്ത് ചെന്നു, ഇവളുടെ അടുത്ത് ചെന്നു. എങ്ങനെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ വന്നെത്തി എന്ന വിവരം അറിഞ്ഞപ്പോൾ ആ ഗണിക ഇയാളോട് പറഞ്ഞു, അങ്ങയ്ക്ക് ഇത്രയും സ്വയം മറന്നു പോകുന്ന ആവേശം എന്നോട് തോന്നി. ഈ ആവേശം യഥാർത്ഥത്തിൽ ഭഗവാനോട് തോന്നിയെങ്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് അവളാണ് ഉപദേശിക്കുന്നത്. അന്ന് അവൾ ഉപദേശിച്ച് കൊണ്ടുവരിക. ഉപദേശിച്ചപ്പോൾ ഇയാൾ തന്നെ മാറ്റം ഉണ്ടായി. ഇയാൾ അന്ന് തൊട്ട് ഉണ്ണികൃഷ്ണൻ്റെ ഭക്തനായി. അവനാണ് വില്വമംഗലം. വില്വമംഗലം എന്ന് പറയുന്ന സ്വാമിയാരെക്കുറിച്ചുള്ള കഥയാണിത്. ആ കഥ ഞാനിങ്ങോട്ടെടുത്തു നോക്കിയപ്പോൾ ഇന്ന് നമ്മളെപ്പോലുള്ള വില്വമംഗലങ്ങളെല്ലാം ഈ ഷോപ്പിംഗ് മാളിലേക്കും വഴിയോര തീറ്റകളിലേക്കും മാനവീയം വീഥികളിലേക്കും ഇങ്ങനെ പാഞ്ഞ് പോവും. നമ്മളവിടെ പെട്ടുപോകും. നമ്മളെ ഒരു ഉണ്ണികൃഷ്ണനിലേക്കും തിരിച്ചുവിടാൻ ആരും ഇല്ല. അതിൽപ്പെട്ട് അവരുടെ കടിയേറ്റ് അവരുടെ രക്തം വാർന്ന് നമ്മുടെ എല്ലും ഞെരിഞ്ഞ് സുഖിക്കുന്നത് നമുക്കിന്ന് വലിയ ഇഷ്ടമാണ്. അത്രമേൽ ആഡംബരത്തിലും ആസ്വാദനത്തിലും സ്വയം വിസ്മരിക്കുന്ന തരത്തിലുള്ള ഭൗതികമായ വ്യാമോഹങ്ങളിലും പെട്ടുപോയിരിക്കുന്ന ഒരു മനസ്സാണ് ആധുനിക കാലത്തെ വില്വമംഗലത്തിൻ്റേത്. അതുകൊണ്ട് വില്വമംഗലം എന്നൊരു കവിതയാണ് ഇനി അടുത്ത് ഞാൻ ചൊല്ലുന്നത്. അധികം പുറത്ത് കേട്ടിട്ടില്ലാത്തൊരെണ്ണാണ്. ചെറിയൊരു കവിത. ഒഴുക്കിൽ ശവം തന്നെ തുഴയും ചങ്ങാടവും പുഴ നീന്തി ഞാൻ അന്ധം നിൻ കരയടുക്കുന്നു. ഒഴുക്കിൽ ശവം തന്നെ തുഴയും ചങ്ങാടവും പുഴ നീന്തി ഞാൻ അന്ധം നിൻ കരയടുക്കുന്നു. ഉയർമേടയിൽ നിന്റെ മാംസളജ്വാലാകാരം ഉലയും പമ്പിൻ കോണി തൂങ്ങി ഞാൻ പ്രാപിക്കുന്നു. ശവഗന്ധവും സർപ്പശാപവും ചുമന്ന് ആത്മശമനം നിന്നിൽ തന്നെ എന്നു ഞാൻ കിതയ്ക്കുന്നു. മുറിയിൽ പെൺപത്തികൾ വിരിച്ച വിദ്യുന്നാഗം, മുറിയിൽ പെൺപത്തികൾ വിരിച്ച വിദ്യുന്നാഗം, മിഴിയിൽ കയം ചൂഴും മദകാളിന്ദീകാന്തം, മുറിയിൽ പെൺപത്തികൾ വിരിച്ച വിദ്യുന്നാഗം, മിഴിയിൽ കയം ചൂഴും മദകാളിന്ദീകാന്തം. നിന്നിൽ ഞാൻ തിളയ്ക്കുവാൻ തുടങ്ങും നേരം തൊട്ടു മുന്നിലല്ലയോ കേട്ടു ദിവ്യമാം വേണുസ്വാനം. കണ്ണന്റെ തേജോരൂപം കളിയാ
ചില്ലയായി ചിരിക്കുന്ന ചുണ്ടത്തു പുല്ലാംകുഴൽ, വനമാലയിൽ കാലം തുളസിപ്പൂ നീലയായി മണമാർന്നെന്നെ കൂടെ മാറിലേക്കണയ്ക്കുന്നു. ഒരു പൈതലിൻ പിച്ചക്കളിയാകുന്നു ഞാനും, ഒരു പൈതലിൻ പിച്ചക്കളിയാകുന്നു ഞാനും, ഒരു മാത്രയായി പൂത്ത ഗാനമാകുന്നു സർവം. ഞാനറിയുന്നേലൊന്നും പ്രളയാർണവത്തിലെ ആലിലമീതേ പരമാനന്ദരൂപം മാത്രം. അഖിലം ലീലാലാസ്യം അപ്പുറം തമപ്രഭാ വലയം ഭേദിക്കാത്തൊരദ്വയഭാവം ശാന്തം. പെട്ടെന്നു നീ ആ കൃഷ്ണ വിഗ്രഹത്തിനു മീതേ പട്ടുകഞ്ചുക അഴിച്ചിട്ട് അതു മറയ്ക്കുന്നു. പെട്ടെന്ന് നീ ആ കൃഷ്ണ വിഗ്രഹത്തിനു മീതേ പട്ടുകഞ്ചുക അഴിച്ചിട്ടതു മറയ്ക്കുന്നു. ചില്ലുവെട്ടമായി ഭ്രമഗീതിയായി മദദ്രവതാളമായി ശമിക്കാത്തൊരഗ്നിയായി സുഖത്തിൻ്റെ പല്ലുകൾ നഖങ്ങൾ നീ താഴ്ത്തവേ, രക്തം വാർന്നും എല്ലുകൾ ഞെരിഞ്ഞും ഞാൻ നിർവൃതി പുതയ്ക്കവേ, രക്തം വാർന്നും എല്ലുകൾ ഞെരിഞ്ഞും ഞാൻ നിർവൃതി പുതയ്ക്കവേ, പത്തികൾ പഞ്ചേന്ദ്രിയവാടങ്ങളടയ്ക്കവേ, പത്തികൾ പഞ്ചേന്ദ്രിയവാടങ്ങളടയ്ക്കവേ, നേർത്തകന്നുവോ നീലത്തുളസിപ്പൂവും പാട്ടും, നേർത്തകന്നുവോ നീലത്തുളസിപ്പൂവും പാട്ടും. ഈ കവിതയിലും ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നൊരു ബിംബമാണ്, ശരിക്കും ഒരു പ്രതീകമാണ്. ഗണിക ഒരു പ്രതീകമാണ്, വില്ലുമംഗലവും അതെ. ഇതെല്ലാം നമ്മൾ തന്നെ. നമുക്ക് ഏറ്റവും ശുദ്ധമായതിലേക്ക് മനസ്സുണ്ട്, കേൾക്കുമ്പോൾ ഇഷ്ടവുമുണ്ട്. വലിയ കാര്യമാണ്. പാവപ്പെട്ടവൻ്റെ അവസ്ഥ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. അങ്ങനെ ചെയ്യേണ്ടതാണെന്നൊക്കെ വിചാരിക്കും. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, സത്യം വേണം, നീതി വേണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മുടെ സുഖത്തിനൊരു കുറവും വരുത്തില്ല. നമ്മുടെ കൊച്ചുങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിലൊരു കുറവും നമ്മൾ വരുത്തില്ല. ആർഭാടത്തിനൊരു കുറവും നമ്മൾ വരുത്തില്ല. മോശമാണ് നമുക്ക്. അങ്ങനെ നമ്മൾ ഈ യക്ഷിത്വത്തിൻ്റെ പിശാചത്വത്തിൻ്റെ പിടിയിൽപ്പെട്ട് ഞെങ്ങി രക്തം മുഴുവൻ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എനിക്കുണ്ടാകുന്ന പരിവർത്തനത്തെക്കുറിച്ച് എനിക്കറിയാൻ പറ്റുന്നില്ല. ഞാനല്ലാതെ ആയിപ്പോകുന്നു, അകപ്പെട്ടു പോകുന്നു. അങ്ങനെ അകപ്പെട്ട ഒരു കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കവിതയൊക്കെ എഴുതുന്നത്. എന്തായാലും ഇവിടെ ചിത്രഗുപ്തൻ്റെ ആൾക്കാർ വന്ന് നിൽക്കുന്നു നമ്മളെ കൊണ്ടുപോകാൻ നിർത്താൻ. അങ്ങനെ മോളുടെ പേരെന്താ? വത്സല. ശ്രീമതി വത്സല പറഞ്ഞപ്പോൾ നമ്മൾ ഈ കാലത്തെത്തി. നമ്മൾ അനുഭവിച്ചേ പഠിക്കൂ. ഏറ്റവും കടുത്ത യാതന പ്രളയം വന്നാൽ പോരാ, അതിൻ്റെ അപ്പുറത്തെ പ്രളയം വന്നാലേ നമ്മൾ പഠിക്കൂ. അവനവൻ അനുഭവിക്കാതെ പഠിക്കില്ല, വിവേകം പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞ് സ്വയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് വരാൻ പോകുന്നതിനെക്കുറിച്ചാണ് ഞാനിത് എഴുതിയത്. നാരായണതഭാന്തൻ എഴുതുന്നത് 1984 അല്ലേ? ശ്രീ പ്രശാന്ത് എനിക്ക് തോന്നുന്നു 82 അവിടെ കോളേജിലോ ജനിച്ചത് 82.
82-ലാണ്. അപ്പോൾ അവിടെ പഠിച്ചപ്പോഴും 99-ലാണ്. അങ്ങനെ വരട്ടെ. ഞാൻ വിചാരിച്ചു ജോയി പോയി 19 വർഷം. ജോയി ഇവിടെയായിരുന്നു, എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ്. അന്നേ ഉള്ളതാണ്, നമ്മുടെ കൊച്ചനാ. എണീക്കാം. അപ്പോൾ ഞാൻ വേഗം ഇറങ്ങുമെന്നർത്ഥം. നാറാണത്ത് ഭ്രാന്തൻ്റെ അവസാന ഭാഗമാണ്. ഇനി വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചാണ് മിക്കവാറും. ചാരങ്ങൾ പോലും പകുത്തു തിന്നുന്നൊരി പ്രേതങ്ങളലറുന്ന നേരം, പേയും പിശാചും പരസ്പരം തീവട്ടി പേറി അടരാടുന്ന നേരം, നാദങ്ങളിൽ സർവനാശമിടിവെട്ടുമ്പോൾ ആഴങ്ങളിൽ ശ്വാസ തന്മാത്ര പൊട്ടുമ്പോൾ അറിയാതെ ആശിച്ചു പോകുന്നു ഞാൻ. വീണ്ടും ഒരു നാൾ വരും, വീണ്ടും ഒരു നാൾ വരും, എൻ്റെ ചുടലപ്പറമ്പിനെ തുടതുള്ളുമീ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും. പിന്നെ ഇഴയുന്ന ജീവന്റെ അഴലിൽ നിന്ന് ആത്മഗീതം പോലെ, അമരഗീതം പോലെ ആത്മാക്കൾ ഇഴചേർന്ന് ഒരദ്വൈത പത്മമുണ്ടായി വരും. അതിലെൻ്റെ കരളിൻ്റെ നിറവും സുഗന്ധവും ഊഷ്മാവുമുണ്ടായിരിക്കും. അതിലെൻ്റെ താരസ്വരത്തിൻ പരാഗങ്ങൾ അണുരൂപമാർന്നടയിരിക്കും. അതിനുള്ളിൽ ഒരു കൽപ്പതപമാർന്ന ചൂടിൽ നിന്ന് ഒരു പുതിയ മാനവനുയിർക്കും. അവനിൽ നിന്നാദ്യമായി വിശ്വസ്വയം പ്രഭാപടലം ഈ മണ്ണിൽ പരക്കും. ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം, നേരുന്ന താന്തന്റെ സ്വപ്നം. ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം, നേരുന്ന താന്തന്റെ സ്വപ്നം. ഭ്രാന്ത് എനിക്കാണ് എന്ന് പറയുന്നവന് ശരിക്കും ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല എന്ന് പറയുന്നവനായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. എന്തായാലും നേരിൻ്റെ ലോകത്തേക്ക് നമ്മുടെ നാട് സഞ്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയ്ക്ക്, സ്നേഹത്തിന്, ശ്രദ്ധയ്ക്ക് എല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. മാതൃഭൂമിയോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. എല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം. ഇത്ര നേരം നമ്മളോടൊപ്പം ചെലവഴിച്ച മധുസൂദനൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. സാറിന് ഒരു സ്നേഹോപഹാരം നൽകാനായി ജോസ് ആലുക്കാസ് മാനേജർ ജോൺ സാറിനെ ക്ഷണിക്കുന്നു.